അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. ഞങ്ങൾ ഈദ് ഇന്നലെ കഴിഞ്ഞു. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഈദിൻ്റെ ഡേ മാത്രമല്ല, തലേന്ന് അറഫ ഡേ നോമ്പിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ 4 മണിയായപ്പോൾ നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റു. നല്ല മഴയായിരുന്നു പുറത്ത്. ചൂടുള്ള കായ് പൊരിച്ചതും ചായയായിരുന്നു അത്താഴത്തിന് ഉണ്ടാക്കിയത്. പഴംപൊരിനെ ഇവിടെ കായ് പൊരിച്ചത് എന്നാണ് പറയുക. പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഉറങ്ങിയിട്ട് ഒരു 11 മണിയാകുമ്പോഴാണ് എഴുന്നേറ്റത്. മോൻക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് സമയം മോൻ്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് കയറുന്നത്. ഇനി ഇഫ്താറിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം കട്ട് ചെയ്യാണ്. പിസ്സൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ഇട്ടിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, വേണ്ടവർ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ പിസ്സൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ മുട്ട നിറച്ചതും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. മുട്ട നിറച്ചതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. കുബൂസ് ഇവിടെ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് പിസ്സ ബേസ് അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല, അതിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ കുറഞ്ഞു. ഹസ്ബൻഡും ബ്രദേഴ്സും കൂടി ക്രിക്കറ്റ് കളിക്കുകയാണ്. ഈദിൻ്റെ ഡേ മുതൽ 3 ദിവസം വരെ നമ്മുടെ നാട്ടിൽ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ്. നാട്ടിൽ പറയുമ്പോൾ നമ്മളെ പഞ്ചായത്തിൽ മാത്രം, പടന്ന പഞ്ചായത്ത്. അങ്ങനെ ഇഫ്താർ ടൈമായി. അൽഹംദുലില്ലാ, നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ചായയൊക്കെ കുടിച്ചു. പിന്നെ എൻ്റെ കസിൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇടാൻ വേണ്ടി. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ചെറിയൊരു ഡിസൈനൊക്കെ വരച്ചു കൊടുത്തു. പിന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യം കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആർക്കും അത്ര വലിയ മൂഡൊന്നുമില്ല, എവിടെയും പോകാനൊന്നും പറ്റൂല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡിൻ്റെ വീട്ടിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും പോവാമെന്നാണ് വിചാരിച്ചത്, അതും നടക്കൂല. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിനി, പക്ഷെ ഇപ്രാവശ്യം അതും നടക്കൂല. അപ്പോൾ നല്ല ബോറിങ് തന്നെ ആയിരിക്കും. പെട്ടെന്ന് രാത്രി ഉപ്പുപ്പാവും ഉമ്മുമ്മയും കൂടി നമ്മളെ കാണാൻ വേണ്ടി വന്നു ഇക്കാക്കാൻ്റെ കൂടെ. നമ്മൾക്ക് ലോക്ക്ഡൗൺ ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ വേഗം വന്നതാണ്. അപ്പോൾ ശരിക്കും നല്ല സന്തോഷമായി. ഇതിൻ്റെ ഡേ കണ്ടില്ലെങ്കിലും തലേന്നെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമായി, അൽഹംദുലില്ലാ. അപ്പോൾ ഉപ്പുപ്പാക്കൊക്കെ ഭയങ്കര ആവേശമാണ്. പിന്നെ വീട്ടിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് വ്ളോഗൊക്കെ ചെയ്യുന്നതിൽ. വീട്ടിൽ നല്ല ഫാമിലി മൊത്തം, ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ ഈ കേക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ +1 റിസൾട്ട് ആയിരുന്നു തലേന്ന്. അപ്പോൾ അവൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നെയ്ബർ ഉണ്ടാക്കിയതാണ് ഈ കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്, നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും കേക്ക് ഇഷ്ടമായിന്. താങ്ക് യു സെറിൻത. പിന്നെ ഇതിനൊന്നിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത വിഷമം രാത്രി തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് തീർത്തു. പിന്നെ അവർ പോയപ്പോൾ നമ്മൾ വീണ്ടും ബാക്കി പണിയിലേക്ക് കടന്നു. ഇഫ്താറിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഉമ്മ പിന്നെ ബിരിയാണിൻ്റെ പ്രിപ്പറേഷനിലായി. ബിരിയാണി നമ്മൾ തലേന്നേ ഉണ്ടാക്കാറില്ല. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കും, പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കും.
പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിച്ചു. പത്തലും ചിക്കൻ കറിയായിരുന്നു ഉണ്ടാക്കിയത്. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ മൈലാഞ്ചി ഇടാനൊക്കെ ഒരു പൂതി തോന്നി. അങ്ങനെ മോനെ വേഗം ഫ്രഷ് ആക്കിയിട്ട് ഞാൻ എൻ്റെ നെയ്ബറിൻ്റെ അടുത്തേക്ക് പോയിട്ട് മൈലാഞ്ചി ഇട്ടു. എനിക്ക് മൈലാഞ്ചി അത്യാവശ്യം ഇടാനറിയാം, പക്ഷേ എങ്കിലൊരു ചെറിയ മടി. അപ്പോൾ നെയ്ബർ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നല്ല മഴയുള്ള ദിവസം തന്നെയായിരുന്നു. അപ്പോൾ ഈദിന് മഴ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ വിഷമമൊന്നും തോന്നിയിട്ടില്ല, കാരണം എവിടെയും പോകാനൊന്നുമില്ല. പിന്നെ അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സേമിയ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, അപ്പോൾ അങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സേമിയ എടുക്കുമ്പോൾ നല്ല തിന്നായിട്ടുള്ളത് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ ഷോപ്പിലൊക്കെ അറേബ്യൻ സേമിയ എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആണ്. ഇനി ഇതിലേക്ക് 2 പാക്കറ്റ് പാൽ ഒഴിക്കുക. ഇനി ഒരു കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. ഇനി വീണ്ടും ഒരു കപ്പിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും പായസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ചിക്കൻ കൂടി ഫ്രൈ ചെയ്യാൻ വെച്ചു. അങ്ങനെ എല്ലാവരും കുളിച്ച് റെഡിയായി പെരുന്നാൾ നമസ്കരിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. മോൻ്റെ ഫോട്ടോസൊന്നും മര്യാദക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. രാവിലെ തന്നെ എഴുന്നേൽക്കേണ്ടി വന്നതുകൊണ്ട് മോനിക്ക് അത്ര വലിയ മൂഡൊന്നും ഉണ്ടായിട്ടില്ല. ഒരേ കരച്ചിലൊക്കെ തന്നെയായിരുന്നു. ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ടിങ് ടിങ്. പിന്നെ ഈ ഫോട്ടോസ് വീട്ടിൽ നിന്ന് അയച്ചതാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോയ്സ് എല്ലാവരും മാച്ചാക്കാന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഡ്രസ്സ് ഒരുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് മോൻ്റെ പിക്ക് സെപ്പറേറ്റ് തന്നെ ആയിപ്പോയി. പിന്നെ നമ്മളെല്ലാവരും അടിപൊളി മട്ടൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും സലാഡൊക്കെ കഴിച്ചു. ഇതിനും ഇത് തന്നെയായിരിക്കും ഫുഡ് ഉണ്ടാവുക. ഇതിന് ഇങ്ങനൊരു ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അടിപൊളി പായസം കൂടി കുടിച്ചു. പിന്നെ കുറച്ച് ബോറടിച്ചപ്പോൾ ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് കസിൻസും മക്കളൊക്കെ വന്നത്. ഇത് ഒരു കസിൻ്റെ മക്കളാണ്. അപ്പോൾ ശരിക്കും നല്ല സന്തോഷമായി. ആകെ എവിടെയും പോകാനില്ലാത്തപ്പോൾ ഒരു ബേജാറിലായിരുന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ നല്ല അടിപൊളി ഹാപ്പിയായി. അപ്പോൾ ഇത് ഉപ്പൻ്റെ വീട്ടിലെ കസിൻസിൻ്റെ മക്കളാണ്.
പിന്നെ ഇതായിരുന്നു ഇവർ രാവിലെ ഇവിടുന്ന് എടുത്ത ഫോട്ടോ. ഇവർ 4 ആൾ എപ്പോഴും ഒരുമിച്ച് തന്നെയാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഓന് വരാൻ ലേറ്റായി. ഇതാണ് ഹസ്ബൻഡും മോനും. പിന്നെ ഇത് ഐറ നമ്മളെ നെയ്ബറാണ്. നല്ല നമ്മൊരു ഫാമിലി പോലെയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് കുറച്ച് വെയിൽ വന്നത്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ച് മോനെ വീണ്ടും ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു. പക്ഷെ എങ്ങനെയും മോൻ നിൽക്കുന്നില്ല. അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് ബാപ്പാവും മോനും കൂടി. സോ നമ്മൾ ഇതിങ്ങനെ ആയിരുന്നു. പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് ബ്ലൂപ്പേഴ്സ് ഉണ്ട്, അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. എന്തെന്ന് ഇത് മുബാറക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.